നോക്കി നിൽക്കുമ്പോൾ വെയിറ്റ് കുറയലാണ്. 93 കിലോ ആയിരുന്നു അന്നപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് പോകാൻ നോക്കിയപ്പോഴേക്കും അത് 85 8 കിലോ കുറഞ്ഞു 12 ദിവസത്തിൽ. വൈഫ് 10 കിലോ കുറഞ്ഞു. അതെ, ഭയങ്കര മാറ്റം. വാസ്തവത്തിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വെയിറ്റ് വാസ്തവം. കുറയ്ക്കാനൊന്നും ചെയ്തിട്ടില്ല. അന്നപ്പോഴേക്ക് ഇരിക്കാനും എണീക്കാനും നടക്കാനും ഒക്കെ കൂടുതൽ ബുദ്ധിമുട്ടായിരുന്നു. കൂളായിട്ട് ഇരിക്കാനും എണീക്കാനും നടക്കാനും ഒക്കെ ആയിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു 10-12 ദിവസം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എത്രത്തോളം ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നു? ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. അതെ അതെ. ഈ സമയങ്ങളിലൊക്കെ ദിവസങ്ങളിലൊക്കെ വിശപ്പുണ്ടായിരുന്നു? ഇല്ല, വിശപ്പേ വന്നിട്ടില്ല. നമുക്ക് ഭക്ഷണത്തോടുള്ള ആഗ്രഹങ്ങൾ തന്നെ വളരെ ലിമിറ്റഡ്. ഉപേക്ഷിച്ചു. എല്ലാം ഉപേക്ഷിച്ചു. ഭക്ഷണത്തോട് വലിയ ആഗ്രഹമില്ലാതെ ശരി. അത് ജീവിക്കാൻ അധികം ഭക്ഷണം വേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടെ മനസ്സിലായി. അതെ അതെ. ഇപ്പൊ ജീവൻ എന്ന് പറയുന്ന ഒരു ആശുപത്രി സങ്കല്പം യോജിച്ചോ? ഇല്ലില്ല, ഹോസ്പിറ്റലിനെല്ലാം ഒരു ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതില്ല. നമുക്കൊരു സ്വന്തം വീട്ടിൽ പോകുന്ന ഒരു സെയിം ഫീലിംഗ്. ഓക്കെ, ഹോം സിക്ക് അടിക്കാതെ നിൽക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമസ്തേ, ഡോക്ടർ ജെന്നിയാണ്. ഇന്ന് എന്നോടൊപ്പം ടോം സാറുണ്ട്. വയനാട്ടിൽ നിന്നും ഡൽഹിയിലാണ് സെറ്റിൽ ആയിട്ടുള്ളത്. ഇപ്പോൾ ടോം സാർ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി? 12 ദിവസം. ഓക്കെ, ജീവനത്തിൽ ഇപ്പോൾ ടോം സാറും വൈഫും കൂടിയിട്ട് 12 ദിവസമായിട്ടുണ്ട്. ഇന്നിപ്പോൾ ചികിത്സയൊക്കെ കഴിഞ്ഞ് പോവുകയാണ്. സാറൊന്ന് ജീവനത്തിലെ ചികിത്സ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കണം. എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്നും ഏത് മേഖലയാണ് സാറിന്റെ എല്ലാം ഒന്ന് പറയൂ. പറയാം. പണ്ട് മുതലേ ഫാദറും പിന്നെ മദറും ഒക്കെ ഒരു 30 വർഷം മുമ്പ് നീള ഡോക്ടറിനെ, നാരായണ ഡോക്ടറെ അടുത്ത് അന്ന് മുതലേ ചെയ്യുന്നുണ്ടായിരുന്നു. ശരി ശരി. പ്രകൃതിയിൽച്ചായിട്ട് അപ്പോൾ പരിചയമുണ്ട്. ഉണ്ട്, ഒത്തിരി. നമ്മൾ പ്രായം മുതൽ കേട്ടിട്ടുണ്ട്, അങ്ങനെ പരിചയമുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. ശരി. ഈ പ്രാവശ്യം 1-2 റെഫറൻസിലാണ് ജെന്നി മാമിൻ്റെ റെഫറൻസിൽ വന്നത്. അങ്ങനെ പിന്നെ കുറച്ച് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തോ ഒരു സംതിങ് ന്യൂ, ഒരു പുതിയ ഒരു സംഗതി തോന്നി ഇതിൽ. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, എന്നാൽ നമുക്ക് അവിടെ നിന്ന് പോവാം. പോയിട്ട് കുറച്ച് ദിവസം നിന്നിട്ട് നമുക്കൊന്ന് ഒരു എക്സ്പെരിമെൻറ്റാണ്. എനിക്ക് ഒത്തിരി വലിയ സോഷ്യൽ ഗ്യാതറിങ്ങും ഫാമിലിയും റിലേറ്റീവ്സും ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ടോമങ്ങൾ പോയിട്ട് വന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ഞങ്ങളും വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ ജീവനത്തിലെത്തി. ശരിക്കും എന്തിലാണ് സാർ വർക്ക് ചെയ്യുന്നത്? ഞാൻ സുപ്രീം കോർട്ടിലാണ്. സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, അവിടെയാണ് ഡൽഹിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. വൈഫ് ഡൽഹി തന്നെ ടീച്ചറാണ്. ദീർഘകാലമായിട്ട് ശരിക്കും വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു തിരക്ക് പിടിച്ചൊരു ലൈഫ് സ്റ്റൈലാണ്. ഇപ്പോൾ ഏകദേശം 30 വർഷമായി. അപ്പോൾ ആദ്യം വക്കീലാകുന്നതിന് മുമ്പ് ടീച്ചറായിരുന്നു, അതിനുശേഷമാണ് വക്കീലായത്. പക്ഷെ തിരക്ക് പിടിച്ച ലൈഫാണ്. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് രാവിലെ 5 മണിക്ക് തുടങ്ങി രാത്രി 12 മണിക്ക് അവസാനിക്കുന്നതാണ് ഒരു ദിവസം. അതിൽ നീണ്ടുപോകും. ചില ദിവസമൊക്കെ 2 മണി 3 മണിയൊക്കെ ആകാറുണ്ട്. ഇന്ന് നമ്മൾ പോകാൻ നേരത്ത് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു സംഗതി, ഇപ്പോൾ ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്യായിരുന്നു, ഈ ലോങ് ആർഗ്യുമെൻറ്റ്സ് ഉള്ള സമയത്ത്, ഇപ്പോൾ ലോയർ ആയതുകൊണ്ട് ആ ഫീൽഡിൽ കൂടെ പറയുകയാണ്, അത് 2 മണി 3 മണി വരെ പഠിക്കുന്നതിന് പകരമായിട്ട് സ്ലീപ്പ് നേരത്തെ ഒരു 9:30, അത് പ്രാക്ടിക്കലായാലും ഒരു 10 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ തുടങ്ങിയാൽ ഒരു 3:30-4 മണിയിട്ട് ഒരു കംപ്ലീറ്റ് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടിയാൽ രാവിലെ പഠിച്ചാൽ നമ്മുടെ ഹെൽത്തിനെ അത് ഡിസ്റ്റർബ് ചെയ്യും. അതെ അതെ. പിന്നെ നല്ല ക്വാളിറ്റി ടൈമുമാണ് രാവിലെ കിട്ടുന്നത്. അതെ അതെ. അപ്പോൾ ആ ഒരു പോളിസി ആക്കാനായിട്ട് നമ്മളൊന്ന് തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പം ജീവനത്തിലേക്ക് ശരിക്കും എത്തുന്നത് കൂടുതൽ ഫാസ്റ്റിംഗ് ഗ്രൂപ്പിൽ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറച്ച് കാലമായിട്ട് തരുന്നുണ്ട്. ഞാൻ ഒരു 4-5 മാസം, എനിക്ക് ജനുവരി ഫെബ്രുവരി മുതൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. ശരി. അപ്പോൾ ഓരോ പ്രാവശ്യത്തെയും ഓരോ സെഷനിൽ നിന്നും ഒരു നമ്മൾ പോലെ സംതിങ് ടു ലേൺ. അപ്പോൾ കുറേ പ്രാവശ്യം അങ്ങനെ, എന്നാൽ അവിടെ പോയി തന്നെ അങ്ങ് പോകാൻ നോക്കാവുന്ന രീതി, അങ്ങനെയാണ് നമ്മൾ ജീവനത്തിലെത്തുന്നത്. ശരി ശരി. ഇപ്പം ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യ വിഷയങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെ? ആരോഗ്യം, എനിക്ക് ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, എന്നാലും ഒരു അഗ്രവേറ്റഡ് സിറ്റുവേഷൻസ് ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വൈഫിന് കമ്പനിക്ക് വന്നതാണ്. അല്പം ഷുഗറും കൊളസ്ട്രോളും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പറയില്ല, ഒരു അത്ര അഗ്രവേറ്റഡ് അല്ലായിരുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ വന്നത്. വന്നതിന് ശേഷം ആദ്യം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായ മാറ്റങ്ങൾ, ഡോക്ടർ പറഞ്ഞാലും നോക്കി നിൽക്കുമ്പോൾ വെയിറ്റ് കുറയലാണ്. ഞാൻ ഒബീസാണ്. 93 കിലോ ആയിരുന്നു അന്നപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് പോകാൻ നോക്കിയപ്പോഴേക്കും അത് 85 8 കിലോ കുറഞ്ഞു 12 ദിവസത്തിൽ. 12. മാഡം വൈഫ് 10 കിലോ കുറഞ്ഞു. ഭയങ്കര മാറ്റം. അന്നപ്പോഴേക്ക് ഇരിക്കാനും എണീക്കാനും നടക്കാനും ഒക്കെ കൂടുതൽ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കൂളായിട്ട് ഇരിക്കാനും എണീക്കാനും നടക്കാനും ഒക്കെ ആയിട്ട് പറ്റുന്നുണ്ട്. ടീച്ചറും 10 കിലോ കുറഞ്ഞിട്ട് ഇപ്പോൾ 10 കിലോ കുറഞ്ഞു. അതായത് എല്ലാ ദിവസവും ഓരോ കിലോ കുറഞ്ഞു എന്നുള്ള തരത്തിലാണ് വരുന്നത്. കാരണം ഇന്നിപ്പോൾ 12-ാം ദിവസം എത്തിയിട്ടല്ലേ ഉള്ളൂ. നോക്കി നിൽക്കുമ്പോൾ വെയിറ്റ് കുറയുന്നു പറഞ്ഞാലേ അതെ. സാധാരണഗതിയിൽ ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ആളുകൾ നന്നായിട്ട് എഫേർട്ട് എടുക്കാറുണ്ട്, കുറേ കഷ്ടപ്പെടാറുണ്ട്. കുറേ ഭക്ഷണത്തിലൊക്കെ ക്രമീകരണങ്ങളൊക്കെ വരുത്തി, വിശന്നിരുന്ന് പട്ടിണിയിരുന്ന്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ജിമ്മിലൊക്കെ പോയി കുറേ എക്സസൈസുകളും വർക്കൗട്ടൊക്കെ ചെയ്ത് ശരിക്കും ഇപ്പോൾ സാറ് 8 കിലോ കുറച്ചതും ടീച്ചർ 10 കിലോ കുറച്ചതും, അങ്ങനെയുള്ള എത്രത്തോളം ഇതൊരു എഫേർട്ട്ലെസ് ആണ്. എഫേർട്ട്ലെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മാത്രം ഒന്നും ചെയ്യേണ്ട. ഇവിടെ വന്ന് ഈ യോഗയും അതേപോലുള്ള റിലേറ്റഡ് എക്സസൈസും ചെയ്ത്
ഇവിടുത്തെ ഡയറ്ററി കണ്ടീഷൻസ് ഫോളോ ചെയ്യുമ്പം വെയിറ്റ് കുറയൽ ഒരു നാച്ചുറൽ പ്രോസസ്സായിട്ട് തന്നെ നടക്കും. സംഭവിക്കുന്നു. നത്തിങ് ടു ബി ഡൺ സ്പെഷ്യലി. അതെ അതെ, വാസ്തവത്തിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. വെയിറ്റ് കുറയ്ക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഡൽഹിയിലുള്ളതുമായി ബന്ധപ്പെടുത്താനേ പറ്റില്ല, വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു 10-12 ദിവസം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എത്രത്തോളം ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നു? ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. റിലാക്സ് എന്ന് പറഞ്ഞാൽ 1-2 സംഗതി മനസ്സിലാക്കിയത്, നമ്മൾ ചെറിയ ചേഞ്ചസ് നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്താൽ അതിൻ്റെ ഇഫക്റ്റ് ഭയങ്കരമായിരിക്കും. ചേഞ്ചസ് വളരെ സ്മോൾ ആയിരിക്കും, ഇഫക്റ്റ് ലാർജ് ആയിരിക്കും. രണ്ടൊന്ന് എക്സാമ്പിൾ പറഞ്ഞാൽ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സ്ലീപ്പിങ്ങിൻ്റെ ടൈമിങ്. സെക്കൻഡ് നമ്മുടെ ഫുഡിൻ്റെ ടൈമിങ്. അത് ശരിക്കും അവിടെ പലപ്പോഴും 9 ഉം 10 o'clock ഒക്കെ ആവും ഡിന്നർ ആകുമ്പോൾ. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും ഡൈജഷൻ നടക്കാറില്ല. ഇത് ഒരു 1-2 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി ഇവിടെ നിന്ന് വന്നിട്ട് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ പഠനത്തിന് പ്രാധാന്യമുള്ള ഒരിടമാണ്. ആശുപത്രിയാണെന്നൊക്കെ പറഞ്ഞാലും, പ്രകൃതി ചികിത്സാ ആശുപത്രി എന്നൊക്കെ പറഞ്ഞാലും കുറേ കാര്യങ്ങൾ പഠിച്ചത് ഇവിടെ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ഒരു ഗുണഫലം ഒരാൾ എക്സ്പീരിയൻസ് ചെയ്ത് പോകണം. ഇതാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾക്ക് ഈ നേരത്തെ ഒക്കെ ശരിക്കും നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ കിട്ടുന്നതൊക്കെ വലിച്ചു വാരിത്തരും. അത് മാറിയിട്ട് ഇപ്പം നമ്മുടെ ബോഡിയുടെ റിക്വയർമെൻറ്റ് ഇത്രേ ഉള്ളൂ നമുക്ക് മനസ്സിലായി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ ആ റെഗുലർ വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയും ടൈമിങ്ങും ഒക്കെ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഈ വലിച്ചുവാരി തിന്നുന്ന അല്ലെങ്കിൽ ഓവർ ഈറ്റിംഗ് നടത്തുന്ന ആ ഒരു ഹാബിറ്റ് നിന്നുപോയി. അത് ഓർമ്മ. അപ്പോൾ മനസ്സറിഞ്ഞ് കഴിക്കുക എന്നുള്ളതിന് പകരം ശരീരത്തെ അറിഞ്ഞ് കഴിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറി. ഓക്കെ, ഗുഡ്. എന്നെ വേറെ നമ്മൾ സെലക്റ്റീവ് ആകുക. ഇതുവരെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു ഡിന്നർ കഴിച്ച് അല്ല ഒരു ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വയറൊക്കെ നിറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് കുറേ അഡീഷണൽ ഫുഡുമായിട്ട് വരുന്നു. ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഇഷ്ടമുള്ള ടേസ്റ്റുള്ള ആ ഫ്രണ്ട് കൊണ്ടുവന്നതല്ല, ഇനി അവന് വിഷമം ഉണ്ടാകുന്ന കരുതി കുറേ അത് കഴിക്കും. കഴിക്കും നമ്മുടെ നൈബർ ചിലപ്പോൾ കുറേ പായസമായിട്ട് വന്നു, എന്നാൽ അവർ കൊണ്ടുവന്നല്ലെന്ന് അതും നമ്മൾ കഴിക്കും. ഇതൊക്കെ ബോഡിക്ക് ഒത്തിരി എക്സസ് ആണെന്നും അത് പ്രോബ്ലം ഉണ്ടാക്കുന്നതൊന്നും ആവശ്യമില്ല എന്ന് അവർ തിരിച്ചറിവ് വന്നു. അതെ അതെ, ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തൊക്കെ അറിവുമായിട്ടാണ് പോകുന്നത്? ഇപ്പോൾ ഭക്ഷണത്തെക്കുറിച്ചും ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. കുറേ കൂടി എന്താ പറയുക, പ്രകൃതിയോട് ചേർന്ന് നിൽക്കാൻ പാകത്തിന് കുറേ തത്വങ്ങളും കൂടി പഠിച്ചിട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് സംഗതി, നമ്മൾ ചെറിയ അസുഖങ്ങളെ പോലും ഈ മെഡിസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ലീവ് വിത്തൗട്ട് മെഡിസിൻ ഒരു വലിയ കോൺസെപ്റ്റാണ്. ആ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു ബിഗിനിങ് കിട്ടി. മരുന്നുകളില്ലാതെ ജീവിക്കുക, അത് ഈ കാലത്ത് ഒത്തിരി അത്യാവശ്യമാണ്. മരുന്നിൻ്റെ സൈഡ് എഫക്റ്റും ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഈ പുതിയ മോഡേൺ ഇതൊന്നും അഫോർഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ ടൈപ്പ് ജീവിത രീതികൾ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ തിരിച്ചു പോകുന്നവരെ മരുന്നുകളില്ലാതെ ജീവിക്കാൻ പറ്റും, ആരോഗ്യവാനായിട്ട് ജീവിക്കാനായിട്ട് പറ്റും, പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റും. അപ്പം അതിനുള്ളൊരു ആത്മവിശ്വാസമായിട്ടുണ്ട്. പിന്നെ നിത്യേനയുള്ള ജീവിതത്തിൽ ഭക്ഷണം, വ്യായാമം, ഉപവാസം ഇങ്ങനെയുള്ളതെല്ലാം ചേർന്ന് വരും. സാധാരണ ഇതുവരെ നമുക്ക് അങ്ങനെ ഡയറ്ററി കൺട്രോൾസോ അല്ലെങ്കിൽ ഒരു റെഗുലേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇവിടുന്ന് നമുക്ക് കിട്ടിയ ഒരു ഐഡിയയിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ലൈറ്റായിട്ട്, മേ ബി സാറ്റർഡേയോ സൺഡേ ഏതാണോ ഒരു ദിവസം ലൈറ്റാണ്, അന്ന് വെറും വാട്ടർഫാലിലെ ലിക്വിഡ് മാത്രം ഉപയോഗിച്ച് ഫാസ്റ്റ് ചെയ്യുക. ഒരു ദിവസം ഫ്രൂട്ട്സിൽ മാത്രമാക്കുക. ഈ 2 ഡിസിഷനുകൂടെ നമ്മൾ അത്യാവശ്യം റെസ്റ്റുള്ള ഒരു റെസ്റ്റുള്ള ദിവസം ഈ 2ഉം കൂടെ ആവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ശരി. ഇനിയിപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ശരീരത്തിൽ ഇതുപോലെ തടി കൂടുതലുണ്ട്, കുറേശ്ശെ ഡയബറ്റിക്കോ അല്ലെങ്കിൽ BP-യോ ഹൈ ആയി നിൽക്കാം എന്നുള്ളതല്ലാതെ ശരീരത്തിൻ്റെ തലത്തിലല്ല മനസ്സിൻ്റെ തലത്തിലൊരു കറക്ഷൻ വേണം അങ്ങനെയുള്ള ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഭയങ്കര സ്ട്രെസ് എടുക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ മനസ്സിൻ്റെ തലത്തിൽ വലിയ പ്രാധാന്യം ചികിത്സയിൽ കൊടുക്കുകയാണ്. മനസ്സുമായി ബന്ധപ്പെട്ട് രോഗമുള്ളവരല്ല ഇവിടെ വരുന്നത്, എല്ലാ ശാരീരികമായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. പക്ഷേ മനസ്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ അതിൽ നിന്നും സാറ് മനസ്സിലാക്കിയ കാര്യങ്ങൾ പഠിച്ചത് തോന്നിയ ഒരു സംഗതി, നമ്മൾ ഇതൊന്ന് ശരിക്കും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മനസ്സൊത്തിരി റിലാക്സ്ഡ് ആവും. നമ്മൾ ആവശ്യമില്ലാത്ത വരികളെല്ലാം ഡോക്ടർ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ നമ്മളൊരു സൈലൻ്റ് സ്പെക്ടാക്ടറായിട്ട് ഇച്ചിരി മാറി നിന്ന് കണ്ടു കഴിയുമ്പോൾ ഇതൊക്കെ വന്നു പോയിക്കൊള്ളൂ. അതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. പാർട്ട് ഓഫ് ലൈഫായിട്ട് അങ്ങ് വന്നു പോയിക്കോളും. അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ചെറിയ എന്തെങ്കിലും ഇഷ്യൂ കാരണം ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ വറീഡായി, പക്ഷേ ഈ വറി നീണ്ടു നിൽക്കില്ല. അതെ, ആ ഒരു സംഗതി വാസ്തവത്തിൽ ഉദ്ദേശിച്ചത് അത് തന്നെയായിരുന്നു. ഓക്കെ, എന്തായാലും ജീവിതത്തിൽ 10-12 ദിവസം ചെലവഴിച്ച് സാധിക്കാവുന്ന അത്രയും പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും തന്നെയാണ് ഇറങ്ങുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഫാസ്റ്റിങ്ങിൻ്റെ കാര്യം പറയാൻ മറന്നു. ജീവനത്തിൽ വെച്ചിട്ട് ഫാസ്റ്റ് ചെയ്തു.
അത് ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു ഫാസ്റ്റിംഗ് എടുക്കുന്നത്? ലൈഫിൽ ആദ്യമായിട്ടാണ് ഓക്കെ, ഇത്ര വലിയ ഫാസ്റ്റിങ്. ശരി. എങ്ങനെയാണ് ഫാസ്റ്റിങ്ങിലേക്ക് കടന്നത്? വന്നത് സെക്കൻഡ് ടൈം അല്ല, നമ്മൾ മൾട്ടി ഫ്രൂട്ട്സ്, പിന്നെ സിംഗിൾ ഫ്രൂട്ട്സ്, പിന്നെ ജ്യൂസ്, പിന്നെ വെള്ളത്തിൽ. അപ്പോൾ ആദ്യം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഒരു 5-6 ദിവസമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ഇത്രയും കാലം ഒരു സോളിഡ് ഫുഡും ഇല്ലാതെ സർവ് ചെയ്യാൻ പറ്റുമെന്ന്. അതെ അതെ. ഈ സമയങ്ങളിലൊക്കെ ദിവസങ്ങളിലൊക്കെ വിശപ്പുണ്ടായിരുന്നു? ഇല്ല, വിശപ്പേ വന്നിട്ടില്ല. നമ്മൾ ആ വാട്ടർ ഫ്രൂട്ടിലേക്ക് എത്തിയപ്പോഴേക്കും വിശപ്പില്ല. പണ്ട് നമുക്ക് പലപ്പോഴും തോന്നും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇന്ന ഫുഡൊക്കെ അടിക്കണമെന്ന് ചിലപ്പോൾ പ്ലാൻ ചെയ്യും ആദ്യ ദിവസങ്ങളിലൊക്കെ. പക്ഷേ ആ ഒരു വാട്ടർ ഫ്രൂട്ട് ഫാസ്റ്റ് ഒരു 1-2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഭക്ഷണത്തോടുള്ള ആഗ്രഹങ്ങൾ തന്നെ വളരെ ലിമിറ്റഡ്. ഉപേക്ഷിച്ചു. ഭക്ഷണത്തോട് വലിയ ആഗ്രഹമില്ലാതെ അത് ജീവിക്കാൻ അധികം ഭക്ഷണം വേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടെ മനസ്സിലായി. അതെ. ഇനി ആ ഫാസ്റ്റിങ്ങിലും നല്ല ക്രൈസിസുകൾ, ആ. വലിയ ശുദ്ധീകരണം നടന്നു. അത് എനിക്കുണ്ടായത് വൊമിറ്റിംഗ് ആണ് കൂടുതലായിട്ടും. വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ രാത്രി ഒരു 12 മണി, പിന്നെ ഒരു 1-2, പിന്നെ ഒരു 4 മണി. അപ്പോൾ ഒരു ചില നൈറ്റ്സ് ശരിക്കും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് വന്ന് ഭയങ്കരമായിട്ട് പോവുകയാണ്. ഒരു യെല്ലോ കളറിലും പിന്നെ ഒരു ബീറ്റ്റൂട്ട് കളറിലുമാണ് പോയത്. അപ്പോൾ ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് പഴയ കാലത്തെ സ്റ്റോക്കും എല്ലാം കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്. എക്സസ് ആയിട്ടുള്ള ഇതുപോലെ ബൈലും അത് അതിൻ്റെയൊക്കെ പ്രൊഡക്ഷനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ മോഷൻ ഞാൻ കരുതി ഇപ്പം നമ്മൾ 2 ദിവസം ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പോഷൻ പോകാനൊന്നുമില്ലല്ലോ. പക്ഷെ അത് കഴിഞ്ഞിട്ടും പോഷൻ പോയി. അപ്പോൾ ബ്ലാക്ക് കളറിലാണ്. അപ്പോഴാണ് നമുക്ക് കിട്ടിയ ഡോക്ടർ പറഞ്ഞ ഒരു ഇൻഫർമേഷൻ, 30-40 വർഷമായിട്ട് പോകാതെ കിടക്കുന്ന സംഗതികളുണ്ടാവും. ഈ ടൈമിലാണ് അത് ബോഡി എല്ലാം പോയി ക്ലെൻസിങ് നടക്കുമെന്ന്. അതെല്ലാം ടോട്ടലി പുതിയ ഇൻഫർമേഷനാണ്, ഇതുവരെ ലൈഫിൽ കിട്ടാത്ത. ഇത്രയും ദിവസം ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ വലിയൊരു ശോധന നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പക്ഷെ അങ്ങനെയുള്ള ശോധന ഉണ്ടായി. ഇതുപോലെ കളറുകളൊക്കെ വളരെ വ്യത്യസ്തമായിട്ട്. അപ്പൊ എന്തായാലും ശരീരത്തിനൊരു അവസരം കൊടുത്തപ്പോൾ ശരീരം എല്ലാ തലത്തിലൂടെയുള്ള വൃത്തിയാക്കൽ നടത്തുന്നത് കണ്ടല്ലോ. വൃത്തിയാക്കാൻ അപ്പൊ ഇനിയും വേസ്റ്റുകൾ അകത്തുണ്ടായിരുന്നു എന്നുള്ളതും തിരിച്ചറിഞ്ഞില്ല. അത് ഭയങ്കര തിരിച്ചറിവാണ്. നമ്മളെപ്പോഴും വിചാരിക്കുക നമ്മൾ ക്ലീൻ ആണ്, ഞാൻ വൃത്തിക്കല്ലേ ജീവിക്കുന്നത് എന്നതാണ്. 4 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നിട്ടും വയറ്റിൽ നിന്ന് പോകണ്ടെന്ന് പറയുമ്പോൾ അതൊരു പുതിയ കൺസെപ്റ്റാണ്. അതെ. എന്തായാലും കുറച്ച് ദിവസത്തെ ജീവനത്തിലെ താമസം നല്ലവണ്ണം ആസ്വദിച്ചിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നു. ലൈഫിലേക്ക് നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് ഒത്തിരി ഇൻഫർമേഷനുമായിട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ടൈപ്പ് ഒരു ലൈഫ് സ്റ്റൈല് 100% ഈവൻ 50% പോലും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. എങ്കിലും സബ്സ്റ്റാൻഷ്യൽ എക്സ്റ്റെന്റ് ടു ദ പോസിബിൾ ടൈം ഇവിടെ നമ്മൾ ചെയ്തതിന്റെ ഒരു 20% ഫോളോ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, അത്ര മാത്രമേ വേണ്ടൂ. അത് നമ്മൾ പറഞ്ഞ പോലെ പേഷ്യൻ്റ് ആകാതെ ജീവിക്കാം. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻസ് സംഗതിയാണ്. അവനവന്റെ ആരോഗ്യത്തിന്റെ താക്കോൽ അവനവന്റെ കയ്യിൽ തന്നെയാണ് എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കൽ വലിയൊരു ലക്ഷ്യമാണ് ജീവനത്തിൻ്റെത്. ഇവിടെ നമുക്കൊരു പോസിറ്റീവ് സംഗതി തോന്നിയത്, ജെന്നി ഡോക്ടറെ എല്ലാ ദിവസവും ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്, മോസ്റ്റ് ഓഫ് ദി ഡേയ്സ്. അപ്പോൾ അത് ഒരു നല്ല ക്ലാരിറ്റി ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്. ഏത് മനസ്സിലാകാത്ത ആൾക്കും കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ബോധ്യം വരും. ആ ഒരു സംഗതി കൂടെ ഉണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ അങ്ങനെയുള്ള ക്ലാസ്സുകളിലൂടെയൊക്കെ ഒരു രോഗചികിത്സയെ കുറിച്ച് പഠിപ്പിക്കുകയൊന്നുമല്ല, അല്ല, ഒരു പ്രത്യേക ചികിത്സയൊന്നുമല്ല. അതെ, ജീവിക്കേണ്ടത് എങ്ങനെയാന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷെ അവിടെ ഇപ്പോൾ സ്വയമാണ് ഓരോരുത്തരും ഓക്കെ, അപ്പം ഞാൻ ഇത് ചെയ്യാൻ പാടില്ല, ഞാൻ ഇതിന് പകരം ഇത് ചെയ്യണം, അത് സ്വയമാണ്. അതെ, അതാണ് ഒരാളെ പ്രാപ്തനാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മീൻ പിടിച്ചു കൊടുക്കുന്നില്ല, ചൂണ്ടയിടാൻ പഠിപ്പിക്കുന്നേ ഉള്ളൂ. ചൂണ്ടയിട്ട് മീൻ പിടിച്ച് ജീവിച്ചോളും. അപ്പം എന്തായാലും സന്തോഷമായിട്ടിരിക്കുക. പിന്നെ ഇതും കൂടി ചോദിക്കട്ടെ, സാധാരണ ഇപ്പോൾ ഒരു ആശുപത്രികളിൽ പോയി നിന്നിട്ട് പരിചയമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ആശുപത്രിയിൽ കണ്ടു അതൊക്കെ. ഇതും ഒരു ആശുപത്രി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. ഇപ്പം ജീവൻ എന്ന് പറയുന്ന ഒരു ആശുപത്രി സങ്കല്പം യോജിച്ചോ? ഇല്ലില്ല. നമ്മൾ എനിക്ക് വന്ന് മേ ബി ഞാൻ പെട്ടെന്ന് സോഷ്യലൈസ് ആകുന്ന ആളായതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ നമുക്ക് തോന്നിയത്. അല്ല, ഒരാളും നമ്മുടെ ഒരു സ്ട്രേഞ്ചറോ ഒരു പ്രൊഫഷണൽ ഡിഫറൻസോ ഒന്നും തോന്നിയില്ല. എല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടാണ് നമ്മൾ ഡെയിലി ഇൻട്രാക്ട് ചെയ്യുന്നതും അവർ നമ്മളെ നോക്കുന്നതും കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അപ്പോൾ ഒരു ഹോസ്പിറ്റലല്ല, ഒരു ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതില്ല, നമുക്കൊരു സ്വന്തം വീട്ടിൽ പോകുന്ന ഒരു സെയിം ഫീലിംഗ്. ഓക്കെ, ഹോം സിക്ക് അടിക്കാതെ നിൽക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ശരി, അപ്പം നന്നായിട്ടിരിക്കുക. രണ്ടുപേരും ഇതുപോലെ പഠിച്ചതെല്ലാം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് പോവുക. അതെ, ഇനിയും ഒത്തിരി പേര് ഈ മരുന്നുകളില്ലാതെ, പരാശ്രയമില്ലാതെ ജീവിക്കാനായിട്ട് സഹായിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതെ, സന്തോഷം.